കന്യാസ്ത്രീകളായാലും ചില ബെന്തക്കോസ് ടീമുകളായാലും മതപരിവർത്തനം ഇവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ശമ്പളമുണ്ട്, ഇവർ കൃത്യമായി ജോലി ചെയ്യുന്നു, ഇവർ ഓരോ സ്ഥലത്ത് പോകുന്നു, കൊച്ചുപുസ്തകം കൊടുക്കുന്നു, ആൾക്കാരോടത് വായിച്ചു നോക്കാൻ പറയുന്നു, അതിൽ യേശുവിന്റെ വചനങ്ങൾ എഴുതിയിരിക്കുന്നു, ഇതൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു. അവിടെ ചെന്നിട്ട് അവരുടെ ജാതീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നു, ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി കൂടെ കളിച്ച് എങ്ങനെയെങ്കിലൊക്കെ അവരെ മതം മാറ്റുന്നു. ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നത് തന്നെയാണ്. ഇതൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. അതിന്റെ പേരിൽ രണ്ട് കന്യാസ്ത്രീകൾ എവിടെയോ ചെന്ന് കയറി അടിമേടിച്ചു കൂട്ടി, എങ്ങനെയൊക്കെ കുറച്ച് ദിവസം ജയിലിൽ കിടന്നു, പുറത്തിറങ്ങി. നിങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃക ഒരു തവണ പോലും ഇക്കണോമിക് ക്ലാസ്സിൽ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചിട്ടില്ലാത്ത, സാധാരണ ആശുപത്രിയിലൊന്നും ചികിത്സയ്ക്ക് പോയിട്ടില്ലാത്ത, ഒരു രോഗികൾക്കും മരുന്ന് കൊടുക്കാതെ മോർഫിൻ മാത്രം കൊടുത്തിട്ടുള്ള മദർ തെരേസ അല്ല. ഞങ്ങളുടെ മാതൃക ബാബ ആംതയാണ്. ഒരു രൂപ പോലും കിട്ടാനില്ലാതെ, സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ പൈസയ്ക്ക് എഴുതി കൊടുത്ത് സർക്കാർ ഓഫീസുകളിൽ വരാന്ത നിരങ്ങി ആയിരക്കണക്കിന് കുട്ടികളെ പഠിച്ചത്, പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിച്ചത്, പാവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്ത ബാബ ആംതെ. നമുക്ക് ആംനസ്റ്റി ഇന്റർനാഷണലെ പോലെ അല്ലെങ്കിൽ വലിയ കത്തോലിക്ക സഭയെ പോലെയുള്ള ഈ മീഡിയ പിൻബലമൊന്നും അദ്ദേഹത്തിനൊന്നും ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനൊന്നും ആരും അറിയാതെ പോയത്. ജോസ് കണ്ടത്തിൽ സാർ പറഞ്ഞ പോലെ മദർ തെരേസ ഒരു പുള്ളിക്കുപ്പായം കൊടുത്താൽ പോലും വാർത്തയാണ്. അതിനേക്കാൾ ത്യാഗങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേര് ഈ മണ്ണിലുണ്ട്, ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം മതപരിവർത്തനങ്ങളെ ഞങ്ങൾ എതിർക്കുന്നത്.